ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വൻ വർധനവ്. മധ്യപൂർവേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള എണ്ണ സൂചികയായ ബ്രെന്റ് ക്രൂഡ് വില ഇന്ന് വീണ്ടും ബാരലിന് $100 കടന്നു. ഗൾഫിൽ 3 ചരക്ക് കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ഓഹരി വിപണികൾ ഇടിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ ഷിപ്പിംഗ്, ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുടർന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുവാൻ കൂടുതൽ സമയമെടുക്കും. LPG ക്ഷാമം രൂക്ഷം. തിരുവനന്തപുരത്തെ 10% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചിട്ടു. ഇന്ന് പകലോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുവാൻ സാധ്യത. സംസ്ഥാനത്ത് LPG ക്ഷാമം രൂക്ഷം. ഇന്ന് പകലോടുകൂടി സ്ഥിതി കൂടുതൽ ഗുരുതരമാകും എന്നാണ് വിലയിരുത്തൽ. വിവിധ നഗരങ്ങളിലെ ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. തലസ്ഥാനത്ത് തന്നെ 10% ഹോട്ടലുകളാണ് നിലവിൽ പൂർണ്ണമായും അടച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും വിറകടുപ്പിലേക്ക് മാറി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുവാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുവാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കുക. ചുരുക്കം ചില മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ ആലോചിച്ച സ്ഥാനാർത്ഥികൾ മാറിയേക്കും എന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുവാനാണ് CPIMന്റെ തീരുമാനം. പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുവാനുള്ള ഇടതുമുന്നണി യോഗത്തിന്റെ തീയതിയും ഇന്ന് നിശ്ചയിക്കും. അമേരിക്കയിലെ മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. അമേരിക്കയിലെ മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. വെസ്റ്റ് ബ്ലൂംഫീൽഡ് ടൌൺഷിപ്പിലെ ടെമ്പിൾ ഇസ്രയേൽ എന്ന സിനഗോഗിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അക്രമി കെട്ടിടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:19 സംഭവമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് സിനഗോഗിൽ തീപിടുത്തമുണ്ടായി. സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് ലെബനോൺ വംശജനായ അക്രമി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. ജോമോൻ ജോസിനെതിരെ പുറത്തുവന്ന കത്ത് വ്യാജം. കാസർകോട് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതരാരോപണം. കാസർകോട് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതരാരോപണവുമായി ഭീമനടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോൻ ജോസിനെതിരെ പുറത്തുവന്ന കത്ത് വ്യാജമെന്നാണ് ആരോപണം. ജോമോനെതിരായ കത്തിൽ ഒപ്പുവെച്ചില്ലെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പുവെച്ചതെന്നും മുഹമ്മദ് ഷെരീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. താമസ വിസ കഴിഞ്ഞവർക്ക് ഇളവുമായി UAE. മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിയവർക്ക് മാർച്ച് 31-നകം തിരിച്ചുവരാം. താമസ വിസ കഴിഞ്ഞവർക്ക് ഇളവുമായി UAE. ഫെബ്രുവരി 28-ന് ശേഷം താമസ വിസയുടെ കാലാവധി പിന്നിട്ടവർക്ക് മാർച്ച് 31-നകം തിരിച്ചുവരാം. വിമാനത്താവളങ്ങൾ അടച്ചതിന്റെ പേരിൽ മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിയവർക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. തിരിച്ചുവരുവാൻ പുതിയ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടതില്ല. സേവനം സൌജന്യമായിരിക്കും. എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ പിടികൂടി. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ പിടികൂടി. ഇന്നലെ രാത്രിയോടെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് നായയെ പിടികൂടിയത്. പ്രദേശത്ത് മുഴുവൻ തെരുവ് നായകളുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പിടികൂടിയ നായയെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.